Hello kids, welcome to a new English class. In this video, we are going to discuss a short story. The title of the story is Making a Mango Pickle and the author is Vibhuti Bhushan Bandyopadhyay. He is a famous Bengali writer and this story revolves around a brother and a sister. ഒരു ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും സ്റ്റോറിയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കടന്നാലോ? Let us start. Making a mango pickle. First, we can familiarize the author. Vibhuti Bhushan Bandyopadhyay was one of the leading writers of modern Bengali literature. He was a teacher, but later he served as a traveling publicist for the Gorakshini Sabha. Vibhuti Bhushan's works are largely set in Bengal with characters from rural life. His best-known work is the novel Song of the Road, which is translated as Padher Panchali, which was later adapted into a film of the same name by Satyajit Ray. The story, Making a Mango Pickle, is an extract from the abridged version of Padher Panchali. സോ വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് ബംഗാളി റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം തന്നെ ബംഗാളിൽ സെറ്റ് ചെയ്തിരിക്കും. ക്യാരക്ടേഴ്സ് എല്ലാം വില്ലേജിൽ നിന്നുള്ള കോമൺ ഓർഡിനറി പീപ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത് സോങ് ഓഫ് ദ റോഡ് ആണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തെ മീനിങ് പഥേർ പാഞ്ചാലി എന്നാണ്. ആ വർക്കിനെ സത്യജിത് റേ എന്ന് പറയുന്ന ഫിലിം ഡയറക്ടർ പിന്നീട് പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു സിനിമയാക്കി. ഈ സ്റ്റോറി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്നത് ഈ പഥേർ പാഞ്ചാലിയുടെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്, അബ്രിജ്ഡ് വേർഷന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു ഭാഗമാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന ആ ഫിലിമിന്റെ അല്ലെങ്കിൽ ആ നോവലിന്റെ ഒരു ജസ്റ്റ് ഒരു പ്ലോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്ന ഈ സ്റ്റോറി വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ എഴുതിയ സോങ് ഓഫ് ദ റോഡ് അല്ലെ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ ആണെന്നും പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന നോവൽ സത്യജിത് റേ ഒരു ഫിലിം ആക്കിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ സ്റ്റോറി തുടങ്ങുന്നതിന് മുന്നേ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന ഫിലിമിന്റെ എന്താണ് സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ദർ ആർ 5 മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം. 5 ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഹരിഹർ റായ്, ഹിസ് വൈഫ് സർബോജയ, 2 children, Durga and Apu. And there is Harihar Rai's aunt, Indur, living with them. So, ഇതാണ് ഇതിനകത്തുള്ള 5 ക്യാരക്ടേഴ്സ്. ഹരിഹർ റായ്, ഇന്ദർ, സർബോജയ, ദുർഗ ആൻഡ് അപ്പു. ഇത്രയുമാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പം ഫിലിം തുടങ്ങുമ്പം ദുർഗയ്ക്ക് 6 വയസ്സാണുള്ളത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പു ജനിക്കുന്നു. അതിനുശേഷം അവര് തമ്മിലുള്ള കുറച്ച് ബോണ്ട്, അവരുടെ ഗെയിംസ്, അവര് ഫോറസ്റ്റിൽ പോകുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ ഫിലിം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ദുർഗ ഒരു യങ് ഏജിൽ തന്നെ മരിക്കുന്നു, അപ്പു ഒറ്റയ്ക്കാകുന്നു. അങ്ങനെ ഒരുപാട് മിസറീസിലും കൂടി ഈ ഫാമിലി കടന്നു പോവാണ്. അതിനിടയ്ക്ക് ഈ ഹരിഹർ എന്ന് പറയുന്നത് ഒരു വില്ലേജ് പ്രീസ്റ്റ് ആണ്. ഇതൊരു ബ്രാഹ്മൺ ഫാമിലിയുടെ സ്റ്റോറിയാണ്. അപ്പൊ ഹരിഹർ എന്ത് ചെയ്യുന്നു, ഹി ലീവ്സ് ഹിസ് വില്ലേജ് എന്ന് വേറെ ഒരു സിറ്റി പോലത്തെ സ്ഥലത്ത് പോയിട്ട് ഹി സ്ട്രഗിൾസ് ദെയർ. അവിടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഹരിഹറിനെ കാണാൻ പറ്റും. വീണ്ടും തിരിച്ച് നാട്ടിലെത്തുന്നു. അവരവരുടെ സ്ഥലം വിട്ടിട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവർ ട്രെയിൻ ബോർഡ് ചെയ്ത് പോകുന്നതിലാണ് ഫിലിം എൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു നോവൽ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള പഥേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഒരു പ്ലോട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ടീച്ചറെ ഫിലിം കാണിച്ചു തന്നേനെയായിരുന്നു. അപ്പൊ അതൊന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ സ്റ്റോറി പറഞ്ഞത്. ഇനി നമുക്ക് കഥ നോക്കാം. ഇറ്റ് വാസ് 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Apu. She had just made an appearance after having been away from home all morning. So when is the story taking place? It was 8 or 9 in the morning. രാവിലെ 8 മണിയോ 9 മണിയേ ആയിട്ടുണ്ടാവുള്ളൂ. Harihar's son. Who is Harihar's son? Yes, Apu.
Apu was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree. സോ അപ്പു വാസ് പ്ലേയിങ്, ഓപ്പൺ വെറാന്തയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പു. നേരം പുറകിൽ നിന്ന്, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പുറകിൽ നിന്ന് ദുർഗ ഉറക്കെ വിളിക്കുക അപ്പൂന്ന്. ഷി ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ് ആഫ്റ്റർ ഹാവിംഗ് ബീൻ എവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്. രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് ദുർഗ, അതിനുശേഷം ഇപ്പോഴാണ് അവളെ ഒന്ന് കാണുന്നത്. ഷി ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ് ആഫ്റ്റർ ഹാവിംഗ് ബീൻ എവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്. രാവിലെ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ആര്? ദുർഗ. സോ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആരൊക്കെ ഉണ്ട് കഥയില്. അപ്പു ഉണ്ട്, ദുർഗയുണ്ട്, പിന്നെ ഇവരുടെ ഫാദറിന്റെ പേരാണ് ഹരിഹർ. ഓക്കെ ആണോ? ദുർഗ വാസ് നൗ about 11. She was thin and darker than Apu. Glass bangles clinging on her arms, a none too clean sari, and wind-swept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone larger like her brothers. Second paragraph ആരെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദുർഗ. ദുർഗ ഈസ് ഓൾമോസ്റ്റ് 11 years old. 11 വയസ്സുണ്ട് ഏകദേശം. ഷി വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. ഷി വാസ് തിൻ, മെലിഞ്ഞിട്ടാണ്, അപ്പുവിനെക്കാട്ടില് ഡാർക്കർ ആണ്. ദെൻ പിന്നെന്താണ് പറയുന്നത്? ഷീ വോർ ഗ്ലാസ് ബാംഗിൾസ്. ഗ്ലാസ് ബാംഗിൾസ് എന്താ? കുപ്പിവള. കയ്യിൽ കുപ്പിവളയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിന്റെ ആ ഒരു കിലുക്കം കേൾക്കാം. എ നൺ ടു ക്ലീൻ സാരി. ഷീ വോർ എ നൺ ടു ക്ലീൻ സാരി എന്ന് പറഞ്ഞാൽ അധികം വൃത്തിയൊന്നും ഇല്ലാത്ത പഴയ ഒരു സാരി. ആൻഡ് വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ. ഡ്രൈ ഹെയർ ആണ്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ കാറ്റിലിങ്ങനെ പറന്ന് അലക്ഷ്യമായിട്ട് കിടക്കുന്ന മുടി. അതാണ് ദുർഗ. വേറെ എന്തും കൂടി പറയുന്നുണ്ട്. ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. അവളുടെ നല്ല ഷേപ്പ് ആയിട്ടുള്ള ഫേസില് അവളുടെ കണ്ണുകള് ലാർജ് ആയിരുന്നു. അതുപോലെ തന്നെ അവളുടെ ബ്രദറിന്റെ കണ്ണുകളെ പോലെ തന്നെ തിളക്കമുള്ള കണ്ണുകളായിരുന്നു ദുർഗയ്ക്കും ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുന്ന ഭാഗമാണ് കേട്ടോ, കാരണം ദുർഗയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ള ഭാഗമാണിത്. ഓക്കെ. തേർഡ് പാരഗ്രാഫ്. വാട്ട് ഇസ് ഇറ്റ്? asked Apu, jumping off the veranda in front of their house and coming up to her. Durga held a half coconut shell in her hands. She lowered it to show Apu its contents. Slices of tender green mango before the seed had hardened. Then in an undertone, "Is Ma back from the ghat yet?" "No," said Apu, shaking his head. സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പു വാസ് പ്ലേയിങ് ഇൻ ദി ഓപ്പൺ വെറാന്ത ഓഫ് ദെയർ ഹൗസ്, അല്ലേ? ഓപ്പൺ വെറാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പു. ഇമ്മീഡിയറ്റ്ലി ദുർഗ വിളിക്കുന്നത് കേട്ടിട്ട് ഹി റാൻ ടു ഹെർ, ഓടി അവളുടെ അടുത്ത് ചെന്നു. ആൻഡ് ദുർഗ വാസ് ഹോൾഡിങ് സംതിങ് ഇൻ ഹെർ ഹാൻഡ്. കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പു ഓടി ചെന്നിട്ട് ചോദിച്ചു, വാട്ട് ഇസ് ഇറ്റ്? ദുർഗയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹെർ ഹാൻഡ്സ്. ചിരട്ട, ഒരു പകുതി ചിരട്ടയാണ് ദുർഗയുടെ കയ്യിലുണ്ടായിരുന്നത്. ആൻഡ് ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കോണ്ടൻസ്. അതിൽ എന്തൊക്കെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവളത് അവനെ താഴ്ത്തി പിടിച്ച് കാണിച്ചു കൊടുത്തു. അതിലെന്താ ഉണ്ടായിരുന്നത്? സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. നല്ല പച്ച മാങ്ങ, ഒരുപാട് വിളഞ്ഞതൊന്നുമല്ല, ഇളം മാങ്ങ. അതിന്റെ സീഡ് കട്ടിയാകുന്നതിന് മുൻപേ ഉള്ള മാംഗോ, അതിനെ കട്ട് ചെയ്ത്, സ്ലൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ പീസസ്. അങ്ങനെയുള്ള മാംഗോ ആണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. ആൻഡ് ഷീ ആസ്ക്ഡ്, ഈസ് മാ ബാക്ക് ഫ്രം ദ ഗാട്ട് യെറ്റ്? അമ്മ തിരിച്ചു വന്നോ? അമ്മ എവിടുന്ന് തിരിച്ചു വന്നോന്നാ ചോദിക്കുന്നേ. ഈസ് മാ ബാക്ക് ഫ്രം ദ ഗാട്ട്. ഗാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാട്ട് മീൻസ് എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ലീഡിങ് ടു എ റിവർ ഓർ ലേക്ക്. റിവറിനോ ലേക്കിനോ അടുത്തോട്ട് ചെല്ലാനുള്ള പടിക്കെട്ടുകളില്ലേ, അതാണ് ഗാട്ട്. സോ ഇവരുടെ അമ്മ എന്തിനു പോയിരിക്കുകയായിരിക്കും? തുണി കഴുകാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഗാട്ടിൽ. സോ അവിടുന്ന് തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണ്. സോ വാട്ട് വാസ് അബൂസ് റിപ്ലൈ? നോ. സോ ദെയർ മോം വാസ് നോട്ട് ബാക്ക് ഫ്രം ദ ഗാട്ട് യെറ്റ്. ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട്? ഷീ ആസ്ക്ഡ് ഹിം secretively. I will pickle these. Where did you get them from, Didi? Apu was delighted. They were lying on the ground just under the Sindur Kundo tree. Now get me a pinch of salt and some oil, will you? അമ്മ തിരിച്ചു വന്നില്ല എന്നറിഞ്ഞപ്പോൾ ദുർഗ ചോദിക്കുകയാണ്, നിനക്ക്
കുറച്ച് ഓയിലും സോൾട്ടും എടുത്തിട്ട് വരാൻ പറ്റുമോ? ഫെച്ച് മീ എന്ന് പറഞ്ഞാൽ ബ്രിങ് മീ എന്നാണ് മീനിങ്. സോ നിനക്ക് ഇതൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അത് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഐ വിൽ പിക്കിൾ ദീസ്, ഞാനത് അച്ചാറാക്കി തരാം. സോ അപ്പു വാസ് വെരി ഹാപ്പി ആൻഡ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ്. അപ്പു വാസ് വെരി ഹാപ്പി ആൻഡ് ഹി ആസ്ക്ഡ് ഹെർ, ഇതൊക്കെ എവിടുന്നാ കിട്ടിയത് എന്ന്. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി, ഇത് എവിടുന്നാ ദീദിക്ക് കിട്ടിയത്? ദീദി എന്ന് പറഞ്ഞാൽ എന്താ? എൽഡർ സിസ്റ്റർ ആണ് ദീദി, ചേച്ചി എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ദീദി. സോ വാട്ട് വാസ് ദീദീസ് റിപ്ലൈ? ദേ വർ ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കൊന്തോ ട്രീ. കുങ്കുമ മരത്തിന്റെ താഴെ കിടക്കുമായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് മാംഗോസ് കിട്ടിയത്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു. ശരി, പറഞ്ഞതൊക്കെ മതി, ഇപ്പൊ ഒന്ന് പോയിട്ട് നിനക്ക് സോൾട്ടും ഓയിലും എടുത്തിട്ട് വരാൻ പറ്റുമോ? But Ma will give it to me if I bring down the oil pot from the shelf, replied Abu scared. Run and get it fast. It will be a while before she is back. She has gone to wash the clothes. Hurry up. അപ്പു വാസ് വെരി ഫ്രൈറ്റൻഡ്. അമ്മ വഴക്ക് പറയുമല്ലോ എന്നുള്ള പേടിയൊക്കെ അവനുണ്ടായിരുന്നു. ആ പോട്ടൊക്കെ താഴെ ഇട്ട് അമ്മ വഴക്ക് പറയുന്നവൻ പറഞ്ഞു. എന്നിട്ടും ദീദി വാസ് ടെല്ലിങ് ഹിം ടു റൺ ടു ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്. വേഗം തന്നെ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അമ്മ വേഗം തിരിച്ചു വരും, ഡ്രസ്സ് കഴുകാൻ വേണ്ടി പോയതാണ്, നീ വേഗം പോയി എടുത്തിട്ട് വാ എന്ന് പറയും. സോ അബു പോകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. The shell, said Abu. Give me the shell. I will pour it into the shell. You can stand by the back door and keep a lookout. Mind you, don't spill any oil on the floor. Better be careful. Otherwise, Ma will know for sure. You are such a good for nothing. സോ ഫൈനലി അപ്പു ഓയിൽ എടുക്കാൻ പോവാന്ന് തീരുമാനിച്ചു. അങ്ങോട്ട് തിരിഞ്ഞ് പോവാൻ തുടങ്ങുന്ന നേരം അപ്പു ഈസ് ആസ്കിങ് ദുർഗ ഫോർ ദ ഷെൽ, ഫോർ ദ കോക്കനട്ട് ഷെൽ ദാറ്റ് ഷീ ഈസ് ഹോൾഡിങ്. അവളുടെ കയ്യിലിരിക്കുന്ന കോക്കനട്ട് ഷെല്ല് തരാൻ അപ്പു ചോദിക്കും. കാരണം ആ കോക്കനട്ട് ഷെല്ലിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് തരാം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അപ്പു ദുർഗയുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ. ആ പിന്നിലത്തെ കതവിന്റെ അവിടെ ദുർഗ വെയിറ്റ് ചെയ്യണം. ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്. ആൻഡ് പുറത്തോട്ട് നോക്കി നിൽക്കണം. ആരെ നോക്കി നിൽക്കണം? അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം. അടുത്തത് ഇനി ദുർഗയുടെ ഡയലോഗാണ്. മൈൻഡ് യു, ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ശ്രദ്ധിച്ച് വേണം, താഴെ എങ്ങും ഒരു ഓയിൽ തുള്ളി പോലും തെറിപ്പിച്ച് വെക്കരുത്. കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ അമ്മ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കാരണം നീ ഒന്നിനും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് പറയും. സോ കെയർഫുൾ ആയിരിക്കാനാണ് ദുർഗ ആരുടെ അടുത്ത് പറയുന്നത്? അപ്പുവിന്റെ അടുത്ത് പറയുന്നത്. When Apu came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. Here, put out your hand. Didi, are you going to eat all the rest yourself? Do you think you can get us a nice chili? I will give you an extra slice if you do. സോ അപ്പു വീട്ടിനുള്ളിൽ നിന്ന് സക്സസ്ഫുള്ളി പുറത്തു വന്നു. എന്തൊക്കെ കയ്യിലുണ്ട് അന്നേരം? ഓയിലുള്ള കോക്കനട്ട് ഷെല്ലും ഉണ്ട്, സോൾട്ടും ഉണ്ട്. ആൻഡ് വെൻ അപ്പു കെയിം നിയർ ടു ദുർഗ ടുക്ക് ദി കോക്കനട്ട് ഷെൽ ഫ്രം ഹിം. അവൻ്റെ കയ്യിൽ നിന്ന് കോക്കനട്ട് ഷെല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്ന ഓയിലും സോൾട്ടും ഒക്കെ അവളുടെ കയ്യിലുള്ള മാംഗോ സ്ലൈസിലേക്ക് മിക്സ് ചെയ്തു. ദെൻ ഷീ സെഡ്, ഹിയർ, പുട്ട് ഔട്ട് യുവർ ഹാൻഡ്. നീ കൈ നീട്ടു, ഇതാ നിനക്ക് കഴിക്കാനുള്ള മാംഗോ പീസസ് എന്ന് പറഞ്ഞ് കുറച്ച് പീസ് കൊടുത്തു. So what did then Abu ask her? Didi, are you going to eat all the rest yourself? എനിക്ക് ഇത്രേ ഉള്ളോ, ബാക്കിയെല്ലാം ദീദി തന്നെ കഴിക്കാൻ തുടങ്ങുവാണോ? Then again Durga asked Apu, do you think you can get us a nice chili? നിനക്ക് ഒരു നല്ല മുളക് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? I will give you an extra slice if you do. ഒരു മുളകും കൂടി എടുത്തുകൊണ്ട് തന്നാൽ നിനക്ക് ഞാനൊരു എക്സ്ട്രാ സ്ലൈസ് തരാമെന്ന് ദുർഗ അപ്പുവിനോട് പറഞ്ഞു. But how shall I get to the chilies, Didi? They are right upon the shelf. I can't even reach it. ചില്ലീസ് എടുത്തോണ്ട് തരാമോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അബു പറയുന്നതാണ്, ഹൗ ഷാൽ ഐ ഗെറ്റ് ടു ദി ചില്ലീസ്? ആ ചില്ലി ഇരിക്കുന്നിടം വരെ ഞാൻ എങ്ങനെ എത്തും? ദാറ്റ് ഇസ് റൈറ്റ് അപ്പോൺ ദി ഷെൽഫ്. അതങ്ങ് ഷെൽഫിന്റെ മുകളിലാണ്, എനിക്ക് അവിടെ എത്താനേ പറ്റത്തില്ല. സോ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അബു ദീദി എടുത്ത് പറയും. ദുർഗ എന്ത് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് നോക്കാം. ഡോണ്ട് ബോദർ, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. You know that tree by the pond? There is loads and loads of budding mangoes that will fall off in the afternoon sun. അപ്പൊ ചില്ലീസ് എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല എന്ന് അപ്പു പറഞ്ഞപ്പോ ദീദിക്ക് ദേഷ്യമൊന്നും വന്നില്ല. ദീദി അവനെ സമാധാനിപ്പിക്കും. ഡോണ്ട് ബോദർ, വിഷമിക്കണ്ട, ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. പിന്നീട് ഞാൻ വീണ്ടും അവിടെ പോയിട്ട് വേറെ മാംഗോസ് എടുത്തിട്ട് വരാം, വിഷമിക്കണ്ട. നിനക്ക് ആ പോണ്ടിന്റെ സൈഡിലുള്ള ട്രീ അറിയത്തില്ലേ? യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്?
ദർ ഇസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡിങ് മാംഗോസ്. അവിടെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളുണ്ട്. അത് ഉച്ചക്കത്തെ സൂര്യൻ്റെ ചൂടിൽ ഫോൾ ഓഫ് താഴെ വീഴും. അന്നേരം ഞാൻ പോയി എടുത്തിട്ട് കൊണ്ടുവരാം. നമുക്കിനി പിന്നെ ഒരിക്കലാവട്ടെ നമുക്ക് ചില്ലീസും സോൾട്ടും ഓയിലും ഒക്കെ ചേർത്ത് കഴിക്കാമെന്ന് ബ്രദറിനെ ആശ്വസിപ്പിക്കുകയാണ് ദുർഗ. നെക്സ്റ്റ് പാരഗ്രാഫ്. The back door opened with a sharp clang, and Sarbojaya was heard calling out, "Durga, oh Durga." "That is Ma calling. Quick, go and see what's up. Finish it up over there. No, wait, you have got grains of salt all over your mouth. Wipe them away first." Suddenly, they heard the back door open. It opened with a sharp clang. ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി അത് തുറന്നു. ആൻഡ് എ സൗണ്ട് വാസ് ഹേർഡ്. ഇറ്റ് വാസ് ദെയർ മദർ സർബോജയ. സർബോജയ ഉറക്കെ വിളിക്കുകയാണ്, ദുർഗ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദുർഗയ്ക്ക് പേടിയായി. ദാറ്റ് ഈസ് മാ കോളിംഗ്. അമ്മ വിളിക്കുന്നു, പെട്ടെന്നാവട്ടെ, പോയി നോക്ക്, എന്താ സംഭവിക്കുന്നത് നോക്ക്, എല്ലാം ഇപ്പൊ തന്നെ കഴിച്ചു തീർക്ക്, വെയിറ്റ് ചെയ്യരുതേ, നിന്റെ മുഖത്തെല്ലാം സോൾട്ട് ഇരിക്കുന്നു, ആദ്യം അതൊക്കെ വൈപ്പ് ഓഫ് വൈപ്പ് എന്ന് തന്നെ എന്താ തുടച്ചു കളയ എന്നൊക്കെ ആര് പറയാണ്? ദുർഗ അപ്പുവിനോട് പറയാണ്, നീ വെയിറ്റ് ചെയ്യരുത്, അമ്മ വിളിക്കുന്നുണ്ട്, ക്വിക്ക്, പെട്ടെന്ന് തന്നെ പോയി നോക്ക്, എല്ലാം ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം പോവാൻ, എന്ത് സംഭവിക്കുന്നു നോക്ക്, വെയിറ്റ് ചെയ്യരുത്, നിന്റെ മുഖത്തൊക്കെ സോൾട്ടിന്റെ ഗ്രെയിൻസ് ഉണ്ട്, അത് വേഗം തന്നെ തുടച്ചു മാറ്റുക, എന്നിട്ട് ഓടിപ്പോയി നോക്കുക. പേടിയോടുകൂടി ദുർഗ പറയാണ് അബുവിനോട്. ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. Durga heard her mother call out yet again, but there was no way she could reply, for her mouth was quite full. She began furiously devouring the slices of pickled mango. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. Abu stood beside her, frantically swallowing his share, for there was no time to chew. As he ate, he smiled a guilty smile at his sister. അമ്മ വീണ്ടും വീണ്ടും വിളിക്കുന്നത് ദുർഗ കേൾക്കുന്നുണ്ട്. പക്ഷെ there was no way she could reply. പക്ഷെ മറുപടി പറയാൻ പറ്റത്തില്ല. എന്താ? Because her mouth was quite full. ഇവിടെ കണ്ടില്ലേ, she could no way she could reply, for her mouth was quite full എന്നാണ് സെന്റൻസ്. അവിടെ ഫോറിന്റെ മീനിങ് ബിക്കോസ് എന്നാണ്. ആൻഡ് പേടിയായി തുടങ്ങി, ദുർഗയ്ക്ക് പേടിയായി തുടങ്ങി. പേടിയായിട്ട് ഷീ സ്റ്റാർട്ടഡ് ടു ഡെവർ ദ സ്ലൈസസ് ഓഫ് പിക്കിൾ മാംഗോ. എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി, ചവയ്ക്കാൻ സമയമില്ലല്ലോ. സോ ഷീ സ്റ്റാർട്ടഡ് ടു ഡെവർ ഇറ്റ്. പെട്ടെന്ന് ക്വിക്ലി ഇത് ഇറക്കാൻ തുടങ്ങി. വെൻ ഷീ ഫൗണ്ട് ദാറ്റ് ഷീ സ്റ്റിൽ ഹാഡ് മെനി ലെഫ്റ്റ്, ഷീ ഹിഡ് ബിഹൈൻഡ് ദ ട്രങ്ക് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇനിയും അധികം കഴിക്കാനുണ്ടെന്ന് കണ്ടപ്പോൾ ഇവൾ എന്ത് ചെയ്തു? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പുറകിൽ മറിഞ്ഞിരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പുവിനും പേടിയായിരുന്നു. അപ്പു ഓൾസോ സ്റ്റുഡ് ബിസൈഡ് ഹെർ ഫ്രാങ്ക്റ്റിക്കലി. പേടിച്ച് അപ്പു ഇങ്ങനെ ദുർഗയുടെ അടുത്ത് നിൽക്കുകയാണ്. അവനും അവന്റെ ഷെയർ ഓഫ് മാംഗോ പെട്ടെന്ന് ഇങ്ങനെ എന്താ സ്വാളോ ചെയ്യുക. സ്വാളോ എന്ന് പറഞ്ഞാൽ എന്താ? ധൃതി പിടിച്ച് കഴിക്കുന്നതിനാണ് സ്വാളോ ദ ഫുഡ് എന്ന് പറഞ്ഞ്. രണ്ടുപേർക്ക് ചവച്ച് കഴിക്കാൻ സമയമില്ലല്ലോ. അമ്മ വിളിക്കുകയല്ലേ, വിളി കേൾക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. സോ പേടിച്ച് നിന്ന് കഴിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടതാണ് അബുവിന് കുറച്ച് ഷെയർ ഓഫ് മാംഗോയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ വേഗം കഴിച്ചു തീർത്തു. അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഹി സ്മൈൽഡ് എ ഗിൽറ്റി സ്മൈൽ അറ്റ് ഹിസ് സിസ്റ്റർ. ചേച്ചിയെ നോക്കി ഒരു നിഷ്കളങ്കമായ ചിരിയാണോ ചിരിച്ചേ? അല്ല, ഒരു കള്ളത്തരം കൊണ്ട്, ഒരു കള്ളത്തരത്തിന്റെ ചിരി ചിരിച്ചു. നിങ്ങൾക്കും കുറെ പേർക്ക് ഇതുപോലെ പേരൻസിനെ പറ്റിച്ച് ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും കൂടെ ഒരുപാട് കുസൃതികൾ കാണിച്ച കഥകളൊക്കെ കാണില്ലേ? നമുക്കിനി ദുർഗ എന്ത് പറയുന്നു നോക്കാം. "You little monkey," she said to her brother, "why don't you wipe your face clean? There is salt all over your face even now." അപ്പം ദുർഗ അബുവിനെ എന്താ വിളിക്കുന്നേ? "യു ലിറ്റിൽ മങ്കി." എന്നിട്ട് അവനോട് ചോദിക്കുക, നിനക്ക് നിന്റെ മുഖം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചൂടെ? "വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ് ക്ലീൻ?" വൃത്തിയായിട്ട് തുടച്ചൂടെ? ഇപ്പോഴും നിന്റെ മുഖം ഫുള്ള് സോൾട്ട് ആയിരിക്കുന്നത്, നിനക്കൊന്ന് വൃത്തിയായിട്ട് തുടച്ചൂടെ? ഇനി ദുർഗ എന്ത് ചെയ്തെന്ന് നോക്കിക്കേ. "Then putting on a most innocent expression, she entered the house." എന്നിട്ട് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായ ഒരു മുഖഭാവത്തോടെ അവള് വീട്ടിനകത്തേക്ക് കയറി. അവനെ ഇത്രയും വഴക്കുമൊക്കെ പറഞ്ഞ് ഇത്രയും കള്ളത്തരമൊക്കെ കാണിച്ച ആളാണോ അപ്പൊ അത്? അല്ല, ഏറ്റവും സത്യസന്ധയായ കുട്ടിയാണിപ്പോ ദുർഗ. എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, "വാട്ട് ഈസ് ഇറ്റ് മാ?" ഷി ആസ്ക്ഡ്. എന്താ അമ്മയെ വിളിച്ചേ? എന്തിനാ വിളിക്കുന്നേ എന്ന് ചോദിച്ചോണ്ടാണ് അകത്തൊക്കെ കയറി ചെല്ലുന്നത്. ബാക്കി എന്തായെന്ന് നോക്കാം. "And where had you gone a wandering? May I know?" asked Sarbojaya. "And where is that monkey gone?" "I'm hungry, ma," announced Abu, appearing suddenly. "Now hold on, let me take a breath. Oh Durga, go and check on the calf, will you?"
ഇറ്റ് has been blowing away. അങ്ങനെ ദുർഗ അമ്മയുടെ അടുത്തെത്തി. അമ്മ ചോദിക്കുവാണ്, നീ എവിടെ പോയിരിക്കുവായിരുന്നു? വോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് പറയത്തില്ലേ? ഒരു പേർപ്പസ് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനാണ് വോണ്ടർ എന്ന് പറഞ്ഞത്. സോ നീ എവിടെയാണ് വോണ്ടർ ചെയ്യാൻ പോയത് എന്ന് അമ്മ ചോദിക്കും. ആൻഡ് വെർ ഈസ് ദാറ്റ് മങ്കി ഗോൺ? അത് അബുവിനെയാണ് ചോദിക്കുന്നത്. വെർ ഈസ് ദാറ്റ് മങ്കി? അവൻ എവിടെ പോയേക്കുവാന്നാ ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം, ഐ എം ഹംഗ്രി മാ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അബു പറയുന്നതാണ്, ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു എന്ന് പറയും. അന്നേരം അമ്മ എന്ത് പറയും? നൗ ഹോൾഡ് ഓൺ, വെയിറ്റ് ചെയ്, ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. അമ്മ തുണിയൊക്കെ കഴുകിയിട്ട് വന്നേ അല്ലേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്, ഐ വിൽ ഗിവ് യു ഫുഡ് എന്ന് പറയും. എന്നിട്ട് ഷീ ആസ്ക് ദുർഗ ടു ഗോ ആൻഡ് ചെക്ക് ഓൺ ദി കാഫ്. ബേബി കൗ ആണ് കാഫ് എന്ന് പറയുന്നത്. സോ അതിന്റെ മൂവിങ് സൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ അതിന്റെ അലയ്ക്കുന്ന ശബ്ദം, അതിനെയാണ് ലോയിങ് എവേ എന്ന് പറയുന്നത്. അത് കിടന്ന് കരയുന്നുണ്ട്. യു ഗോ ആൻഡ് ചെക്ക് ദ കാഫ് എന്ന് പറഞ്ഞ് അമ്മ ദുർഗ എടുത്ത് പറയും, പോയി അതിനെ ഒന്ന് നോക്കാൻ. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for her children, Apu flopped down next to her. Ma, do take some more of that white stuff out of the cucumber. It sticks in my mouth, he said. കുറച്ചു നേരം കഴിഞ്ഞു അമ്മ അടുക്കളയുടെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ വന്നിരുന്ന് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കുക്കുംബർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അപ്പു അവിടെ വന്ന് ഇരുന്നു. ഫ്ലോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഇരിക്കുന്നതിന് പറഞ്ഞു, നമ്മൾ തറയിൽ ഇരിക്കുക എന്ന് പറയുന്നതിനാണ് ഫ്ലോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ, ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദി കുക്കുംബർ. കുക്കുംബർ എന്താണ്? വെള്ളരിക്ക. അതിനകത്തിരിക്കുന്ന ആ വൈറ്റ് സ്റ്റഫ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് എടുത്ത് കളയണം, കാരണം അതെന്റെ മൗത്തിനകത്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്ന് അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ ആം ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റന്റ്ലി, ഈസന്റ് ദെയർ എനി മോർ ഓഫ് ദി റൈസ് ഫ്രൈ മാ? അമ്മ അപ്പൊ കുക്കുംബർ കട്ട് ചെയ്തപ്പോഴത്തേനും ദുർഗ കൈയൊക്കെ നീട്ടി, അവളുടെ ഷെയറിന് വേണ്ടി കൈയൊക്കെ നീട്ടി. എന്നിട്ട് ഇങ്ങനെ മടിച്ചു ചോദിക്കുകയാണ്, ഈസ് ദെയർ എനി മോർ ഓഫ് ദ റൈസ് ഫ്രൈ? മേ ബി അവർ നേരത്തെ കഴിച്ച എന്തെങ്കിലും ഫുഡ് ഐറ്റം ആയിരിക്കണം. റൈസ് ഫ്രൈ ഇനി അധികം ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Oh, it is impossible. All those starred mangoes have set my teeth on edge, began Apu. He stopped abruptly when he saw Durga frowning and winking at him. പെട്ടെന്ന് തന്നെ അബുവിന്റെ ഒരു ഡയലോഗാണ്. ഓ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓൾ ദോസ് സ്റ്റാർഡ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. ഷോ, ഇതെന്താ ഇത്? ആ പുളിയുള്ള മാങ്ങ എല്ലാം കൂടി കഴിച്ച് എന്റെ പല്ലാകെ ഇറിറ്റേറ്റഡ് ആയി ഇരിക്കുകയാണ് എന്ന് പറയും. സെറ്റ് വൺസ് ടീത്ത് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറിറ്റേറ്റിംഗ് എന്നാണ് അർത്ഥം. ടാർട്ട് മാംഗോസ് എന്ന് പറഞ്ഞാൽ സ്വർ മാംഗോസ് ആണ്, പുളിയുള്ള മാങ്ങ. നമുക്കറിയാം, പുളിയുള്ള മാങ്ങ കഴിച്ചാൽ പല്ലിന് ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ അടുത്ത ഒരു 2 ദിവസത്തേക്കൊക്കെ. അപ്പൊ അബുവിന് ഈ പുളിയുള്ള മാങ്ങ കഴിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഹീ സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി. അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന് തന്നെ നിർത്തി. എന്തുകൊണ്ടാണ് നിർത്തിയത്? ഡയലോഗ് ബാക്കി നിർത്താനുള്ള കാര്യം, ഹീ സോ ദുർഗ ഫ്രൗണിങ് ആൻഡ് വിങ്കിങ് അറ്റ് ഹിം. ഫ്രൗൺ എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുഖം ചുളിക്കുന്നതും അതുപോലെ കണ്ണൊക്കെ നമ്മൾ ചെയ്യല്ലേ പറയല്ലേ എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മി കാണിക്കത്തില്ലേ, അങ്ങനെ ദുർഗയുടെ എക്സ്പ്രഷൻ കണ്ട് അയ്യോ, അപ്പോഴാണ് അവൻ ഓർക്കുന്നത് അമ്മ എവിടെ ഇരിപ്പുണ്ടല്ലോ. അവൻ പെട്ടെന്ന് തന്നെ നിർത്തി. അമ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്നിട്ട് ചോദിക്കുകയാണ് അമ്മ, വേർ ഡിഡ് യു ഗെറ്റ് മാംഗോസ് ഫ്രം? എവിടുന്നാണ് നിങ്ങൾക്ക് മാംഗോ കിട്ടിയത്? അബു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്. ഹി ലുക്ക് ക്വസ്റ്റനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ, വണ്ടറിങ് വാട്ട് ടു റിപ്ലൈ. അബുവിന് പേടിയുണ്ടായിരുന്നു, സത്യം പറയാൻ അബുവിന് പേടിയുണ്ടായിരുന്നു. അവൻ സംശയത്തോടു കൂടി ഇങ്ങനെ സിസ്റ്ററിനെ നോക്കി, എന്ത് മറുപടി പറയണം എന്നിങ്ങനെ അത്ഭുതത്തോടെ, എന്താണ് ഞാൻ പറയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അബു ദുർഗയെ നോക്കി. സർബോജയ ടേൺ ടു ഹെർ ഡോട്ടർ ആൻഡ് ഡിമാൻഡഡ്, സോ യു ഹാഡ് ഗോൺ ഔട്ട് അഗെയിൻ. അപ്പൊ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ദുർഗയാണ് ഇതിലെ പ്രശ്നക്കാരി എന്ന് മനസ്സിലായി. ദുർഗയുടെ അടുത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും ചോദിച്ചു, അപ്പൊ നീ ഇന്നും പുറത്തു പോയല്ലേ, നീ വീണ്ടും പുറത്തു പോയല്ലേ എന്ന് ചോദിക്കും. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്, അവിടെ എന്തൊക്കെ നടക്കുന്നു നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ദുർഗ പെയിൽഡ്. ആസ്ക് ഹിം, ഐ വാസ് ജസ്റ്റ് ദെയർ ബൈ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ് എന്നൊക്കെ പറയും. ദുർഗയ്ക്ക് പെയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷോക്കിൽ വിളറി വെളുക്കുന്നതിനാണ് പെയിൽഡ് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ പേടിയായി. അമ്മ എന്ത് പറയും എന്നൊക്കെ ഉള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുക. ആര്? ദുർഗ. എന്നിട്ട് പറയാണ്, ആസ്ക് ഹിം, അവനോട് ചോദിക്കുക, ഞാൻ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്തുണ്ടായിരുന്നു, അവൻ അമ്മ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ വന്നു എന്നൊന്നും അറിയാത്ത പോലെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആദ്യം ദുർഗ കാണിച്ച കള്ളത്തരം. അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ടും പെട്ടെന്ന് ഇന്നസെന്റ് ഒരു കുട്ടി വന്ന് ചോദിക്കുന്ന പോലെ അമ്മയെ എന്താ അമ്മയെ വിളിച്ചേ എന്ന് പറഞ്ഞ് വന്ന് ദുർഗയെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്.
അല്ലേ? അപ്പൊ പിന്നെയും ദുർഗ കള്ളവാ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. Fortunately, the conversation was cut short by the entry of the milk woman Shono. She had come to milk their cow. Go catch the calf, said Sarbojaya to her daughter. Fortunately, ഭാഗ്യവശാല് ദി കോൺവെർസേഷൻ വാസ് കട്ട് ഷോർട്ട് ബൈ ദി എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷോർണോ. ഭാഗ്യത്തിന് ഈ കോൺവെർസേഷൻ അധികം അങ്ങോട്ട് നീണ്ടുപോയില്ല. ഇവരുടെ മിൽക്ക് വുമൺ ഷോർണോ എന്ന് പറയുന്ന മിൽക്ക് വുമൺ വന്നു. എന്തിനാണ് ഷോർണോ വന്നത്? ഇവരുടെ വീട്ടിലെ കൗവിനെ മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ വന്നതുകൊണ്ട് തന്നെ സർബോജയ ദുർഗയെടുത്ത് പറയാണ്, ഗോ ക്യാച്ച് ദ കാഫ്, ചെല്ലു പശുക്കുട്ടിയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ദുർഗയെ ഈ മിൽക്ക് വുമന്റെ കൂടെ പറഞ്ഞു വിടുകയാണ് സർബോജയ. അങ്ങനെ ദുർഗ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അബു followed his sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. You wretch, monkey. She made faces at him and mimicked him. All those starred mangoes have set my teeth on edge. Dumbo. No brains at all. അപ്പം ദുർഗ ഈ ഷോറിനോടെ കൂടെ പോകുമ്പോൾ നമ്മുടെ അപ്പു ഫോളോ ചെയ്യാണ്. അങ്ങനെ അങ്ങോട്ട് ചെയ്തപ്പം ലാസ്റ്റ് ബാക്ക് സൈഡിലെ കോട്ടയായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ദുർഗ അപ്പുവിന്റെ പുറത്ത് നല്ലൊരു അടി കൊടുത്തു. സ്മാർട്ട് ബ്ലോ, നല്ലൊരു അടി കൊടുത്തു. എന്നിട്ട് അവനെ വിളിക്കുകയാണ്, യു റെച്ച്, ഡെവിൾ, മങ്കി. എന്നിട്ട് അവനെ കളിയാക്കുന്നു. അവൻ അമ്മയുടെ അടുത്തിരുന്ന് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഓൾ ദോ സ്റ്റാർഡ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ അവനെ കളിയാക്കിക്കൊണ്ട് ദുർഗ വീണ്ടും വീണ്ടും അവനെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവനെ കളിയാക്കി വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അമ്മയുടെ അടുത്ത് നിന്ന് അങ്ങനെ വഴക്കൊന്നും കിട്ടാതെ അവര് രക്ഷപ്പെടുകയാണ്. ഇതിൽ നോ ബ്രെയിൻസ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഇഡിയറ്റ്, യു ആർ എ സ്റ്റ്യൂപ്പിഡ്, ഡംബോ, ഇതൊക്കെ ഇഡിയറ്റ്, സ്റ്റ്യൂപ്പിഡ് എന്നുള്ള മീനിങ്ങിൽ പറയുന്നതാണ്. സോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതാണ് മേക്കിംഗ് ഓഫ് എ മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞ സ്റ്റോറി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട് കാണാം. സോ താങ്ക് യു.